അപ്പോൾ ഗൈസ് നമ്മുടെ കഴിഞ്ഞ ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ മോട്ടോർ എങ്ങനെയാണ് റൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിതിനായിട്ട് പ്രത്യേകിച്ച് സർക്യൂട്ടൊന്നും ഉണ്ടാക്കുന്നതല്ല നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതൊരു BLDC ഡ്രൈവറാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന BLDC മോട്ടോർ ഡ്രൈവറിന് 12 വോൾട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം, DC 12 വോൾട്ട് പ്ലസ് മൈനസ് പറഞ്ഞ് കൂടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അവിടെയാണ് നമ്മുടെ 12 വോൾട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇവിടെ മറുവശത്ത് കാണുന്ന ഈ ഒരു 4 പോർഷൻ, ഇവിടെയാണ് നമ്മൾ നമ്മുടെ മോട്ടോറിൻ്റെ ലീഡുകൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കോമൺ WVU ഇങ്ങനെയാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട്, നമ്മൾ ഹാർഡ് ഡിസ്കിന് നോർമലി 4 പിന്നുള്ള മോട്ടോറുകളും 3 പിന്നുള്ള മോട്ടോറുകളും വരാറുണ്ട്. അപ്പോൾ നമുക്കിതിൽ രണ്ടും കൊടുക്കാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് 4 പിന്നുള്ള മോട്ടോറുകൾക്ക് നിങ്ങൾക്ക് ഈ കോമൺ പിൻ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 3 പിന്നുള്ള മോട്ടറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ 3 പിൻ ഉപയോഗിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതായത് WVU എന്ന് പറയുന്ന ഈ പിന്നുകൾ മാത്രം ഉപയോഗിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ സ്പീഡ് കൺട്രോളാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇവിടെ ഒരു വേരിയബിൾ റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. നിങ്ങൾക്ക് മാക്സിമം സ്പീഡും മിനിമം സ്പീഡും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഇവിടെ സ്പീഡ് വേരിയേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ മറ്റൊരു ജമ്പർ കൊടുത്തിരിക്കുന്നതാണ്. ഈ ഒരു ബോർഡിൽ തന്നെ ഇവിടെ ഒരു ജമ്പർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ CW എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിലിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ ഒരു ജമ്പർ മാറ്റി ഇങ്ങോട്ടിട്ടാൽ മോട്ടോർ റിവേഴ്സിൽ കറങ്ങും. അതിനുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ജമ്പർ പിന്നീട് വെച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് മോട്ടോർ കറങ്ങേണ്ട ഏത് ഡയറക്ഷനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈ ജമ്പർ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഡയറക്ഷൻ മാറ്റി കറക്കാമെന്ന് അർത്ഥം. അപ്പോൾ നമുക്കിനി ഇതിൽ എങ്ങനെയാണ് നമ്മുടെ മോട്ടോർ കണക്ട് ചെയ്യുക, അതായത് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു BLDC മോട്ടോർ എടുത്തിട്ട് ആദ്യം ഇതിൻ്റെ കോമൺ പിന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ലീഡുള്ള മോട്ടറാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് 3 വയർ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ WVU എന്നുള്ള ആ ഒരു ഇതിലേക്ക് കൊടുത്താൽ മതിയാവും. എന്നാൽ ഇവിടെ നമുക്ക് 4 പിന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു കോമൺ പിന്ന് കണ്ടുപിടിക്കുക. അതായത് ഈ 4 എണ്ണത്തിൽ ഒരു കോമൺ ഉണ്ടാവും. ആ ഒരു കോമൺ കണ്ടുപിടിക്കുക. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമ്മൾ മൾട്ടിമീറ്ററിൽ ഇതിലേതെങ്കിലും 3 പിന്നും ഒരൊറ്റ പിന്നും തമ്മിൽ ഏറ്റവും റെസിസ്റ്റൻസ് കുറവായിരിക്കും. ആ ഒരൊറ്റ പിന്നായിരിക്കും ഇതിലെ കോമൺ പിൻ. അതായത് ഈ 3 ലീഡുകളിൽ നിന്നും ഈ കാണുന്ന ഏതെങ്കിലും 3 ലീഡുകളിൽ നിന്ന് ഏതെങ്കിലും ഒരൊറ്റ പിന്നിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ആ ഒരു പിന്നായിരിക്കും നമ്മുടെ കോമൺ പിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ഇതിൻ്റെ കോമൺ പിൻ ഏതാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് മോഡിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ പിന്നുകളും തമ്മിൽ ലീഡ് നമ്മൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം റെസിസ്റ്റൻസ് എങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഒരു 3 പിൻ, അതായത് നമ്മുടെ ഈ ഒരു മോട്ടോറിൽ ഈ കാണുന്ന 3 ലീഡും ഈ ലീഡും തമ്മിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.9 ഓമാണ്. ബാക്കിയുള്ള ഈ ഒരു 3 ലീഡും തമ്മിൽ 1.9 ഓമിൻ്റെ ഒരു റെസിസ്റ്റൻസാണ് കാണിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറവെന്ന് പറയുന്നത് ഈ പിന്നിലാണ് കാണിക്കുന്നത്. ഇതിൽ നിന്ന് 3 റെസിസ്റ്റൻസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കുറവ് കാണിക്കുന്നത് ഈ പിന്നാണ്. അപ്പോൾ നമ്മുടെ കോമൺ പിന്ന് ഇതാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വയറിംഗ് ഡയഗ്രാം എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ വയറിങ്ങിന് ഞാനിവിടെ നമ്മുടെ 4 ലീഡിന് കൊടുക്കാനായിട്ട് 4 കളറുള്ള വയറാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ വൈറ്റ്, ഗ്രീൻ, റെഡ്, ബ്ലാക്ക്. അപ്പോൾ ഞാനിതിന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കളർ യൂസ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കോമൺ പിന്നായിട്ട് കൊടുക്കുന്നത് ബ്ലാക്ക് വയറാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ 4 വയറും നമ്മുടെ ഈ ഒരു മോട്ടറിൽ സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ 4 വയറുകൾ നമ്മുടെ BLDC മോട്ടറിലേക്ക് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഈ ഒരു ബോർഡിലേക്ക് നമ്മൾ ഈ വയറിനെ കണക്ട് ചെയ്യാം. ഇത് നമ്മൾ സോൾഡറും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിവിടെ കാണുന്ന പോലെ തന്നെ നമ്മൾ ഈ സ്ക്രൂവിനുള്ളിൽ ടൈറ്റ് ചെയ്യാണ് നമ്മുടെ ഈ 4 വയറും വെക്കുന്നത്. അപ്പോൾ നമുക്കിനി ആദ്യം അത് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു ബോർഡും അതായത് നമ്മുടെ ഈ ഒരു മോഡ്യൂളും നമ്മുടെ മോട്ടറിലേക്കുള്ള കണക്ഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ അതായത് നമ്മുടെ കോമൺ ബ്ലാക്ക് വയറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കോമൺ കറക്റ്റ് നമ്മുടെ ബോർഡിൽ കോമണിൽ തന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക.
ബാക്കി ഇത് എങ്ങനെ കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി വേറെ കാര്യം ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞു ഓർക്കാം, അതായത് 3 ലീഡറുള്ള മോട്ടറാണ് നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ നിങ്ങൾ കോമൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ മൾട്ടിമീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു 3 പിൻ, അതായത് ഞാനിപ്പോൾ കണ്ടിരിക്കുന്ന ഈ വെള്ള, പച്ച, ചുവപ്പ്, ഈ ഒരു അതായത് WVU ഈ 3 പോർട്ടും യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, നിങ്ങൾക്ക് കോമൺ പിൻ ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ വർക്കിംഗ് ആണോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് നമ്മുടെ 12 വോൾട്ട് DC സപ്ലൈ ഒന്ന് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. നമുക്കിനി അത് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ 12 വോൾട്ട് സപ്ലൈയോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ ഒരു റെഡ് ഇൻഡിക്കേഷനൊക്കെ കത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ഈ റോട്ടറി തിരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഏറ്റവും താഴെ നടക്കുന്നത്, ഏറ്റവും മൈനസ് ലെവലാണ് നടക്കുന്നത്. നമ്മളിനി പയ്യെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിതിനെ മോട്ടോർ റൺ ചെയ്യിക്കാൻ പോകണം. അപ്പോൾ നമ്മളിങ്ങനെ പയ്യെ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മോട്ടോർ ഇപ്പോൾ ചെറിയ സ്പീഡിലാണ് ഇറങ്ങുന്നത്. നമ്മളിതിനെ ഇത് സ്പീഡ് അപ്പ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ മോട്ടറിൻ്റെ മാക്സിമം സ്പീഡിലാണ് ഇപ്പോൾ കറങ്ങുന്നത്. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ ഈ ഒരു എക്സ്പീരിയൻറ്റ് ചെയ്യുന്ന ഉദ്ദേശം, അതായത് നമ്മൾ ഈ ഒരു കാര്യം കാണിക്കാൻ കാരണം, നമ്മൾ ഉപയോഗശൂന്യമായ ഹാർഡ് ഡിസ്കിൻ്റെ ഇത്തരം മോട്ടറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പല DIY പ്രൊജക്ട്സിനും ഇത്തരം മോട്ടർ ഉപകാരപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മോട്ടർ ഇങ്ങനെ നമ്മുടെ പഴയ ഹാർഡ് ഡിസ്കിലേക്ക് കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നാറുണ്ടായിരിക്കും, ഇങ്ങനെ കാണുന്ന കൂട്ടുകാർക്ക് തോന്നാറുണ്ടായിരിക്കും ഇത് വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർ ഈ ഒരു ബോർഡ് മേടിച്ചാൽ നമുക്ക് പലവിധ സർക്യൂട്ടുകളും കാണും, നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അതിനുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സ്പീഡ് നമുക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും. ഒരു എഫിഷ്യൻസി ആയിട്ടുള്ള സ്പീഡ് കൺട്രോളും നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ സ്പീഡ് ഫുൾ സ്പീഡും നമുക്ക് ആവശ്യമുള്ള സ്പീഡും കറക്റ്റായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ തുടക്ക വീഡിയോ ആയതുകൊണ്ട് തന്നെ പല വിഷയങ്ങളും പല പ്രശ്നങ്ങളും കാണും. അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ക്ഷമിച്ചു വിടുക. നമ്മൾ കൂടുതൽ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ വിഷ്ണു ഫ്രം ടെക്കിഫൈ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.